മുഅ്തസിലത്തിന്റെ വിശ്വാസവും പേറി നടന്നിട്ട് സുബ്ഹാനല്ലാഹ് ഞങ്ങൾ സാബിയത്ത് സൂഫിയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ബിദ്അത്തിന്റെ ആശയം പേറി നടന്നിട്ട് ഇല്ല, ഒരിക്കലും ബിദ്അത്തിന്റെ ആശയക്കാർ സൂഫികളല്ല. ഈ ഇസ്ലാമിന്റെ ശരീഅത്തൊക്കെ അനുസരിച്ച് ജീവിക്കല് അതിനെ സാധാരണക്കാർ ജീവിച്ചാൽ മതി. നമ്മൾ വലിയ സ്ഥാനത്തെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നിസ്കാരം വേണമെന്നില്ല, നമുക്ക് കള്ളുടിച്ചാൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് കഞ്ചാവ് വലിച്ചാൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ആലിമീങ്ങളെ ചീത്ത പറഞ്ഞാലും കുഴപ്പമില്ല, നമുക്കൊന്നും കുഴപ്പമില്ല. ഞങ്ങളെ ശൈഖന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ ഫഅലമു, അറിഞ്ഞോളണം, അന്നഹു മഫ്തൂനും ഫീ ദീനിഹി, അവന്റെ ദീനിൽ ഫിത്ന സംഭവിച്ചവനാണവൻ. വഹുവ മിൻ അഹ്ലിൽ ഇൽഹാദി വസ്സൻദഖ, അവൻ മതവിരോധിയാണവൻ, ദീനിൽ നകന്ന് പുറത്തു പോയവനാണവൻ. ഫഹിയാക്കും, സൂക്ഷിച്ചോളണം, അൻ തസ്ഹബു മിസ്ല ഹാദാ, ഇത്തരം കക്ഷികളുടെ കൂടെ നടക്കുന്നത് സൂക്ഷിച്ചോളണം. വതഅതഖിദൂഹു, അവരതാ സൂഫിയാക്കളാണ്, നല്ലവരാണെന്ന് വിശ്വസിക്കുന്നതും സൂക്ഷിക്കണം. ഫഇന്ന ദുൽമത അൻഫാസിഹി സുമുൻ, അവരുടെ ആ ശ്വാസത്തിൽ വരുന്ന അവർ ഉച്ഛ്വസിക്കുന്നത് മുഴുവനും സുമ്മുൻ ഖാതിലുൻ ലിഖുലൂബിൽ ഈൻ, അതേ മനുഷ്യന്റെ ഈമാനിനെ കളഞ്ഞു കളയുന്ന വിഷമാണ് കേട്ടോ. ഇമാമിങ്ങൾ പറയാണ്, മുസ്ലിം ആകണമെന്നില്ല, ഇസ്ലാം വേണമെന്നില്ല, സൂഫിസം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്, സ്നേഹിച്ച് നടന്നാ മതി, എല്ലാരെയും സ്നേഹിച്ച് നടന്നാ മതി എന്ന് പറഞ്ഞ് വന്നാൽ അല്ലാഹ് പറയാണ്, അന്ന അലൈഹിം ലഅനത്തല്ലാഹ്, അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്, അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്. മുസ്ലിമിന്റെ പേരുള്ളവർ ഇസ്ലാമാകണം എന്നില്ല, പിന്നെയോ ഞങ്ങളെ സൂഫിസത്തിൽ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പടുത്ത കുഫർ പ്രചരിപ്പിക്കുകയാണല്ലോ. എന്നാൽ അല്ലാഹു ശേഷം പറയുന്നത് കേട്ടോ, കൈഫ യഹ്ദില്ലാഹു ഖൗമൻ കഫറൂ ബഅദ ഈമാനിഹിം, നേരത്തെ വിശ്വസിച്ചവരാണ്, വിശ്വസിച്ച ബാപ്പ ഉമ്മക്ക് ജനിച്ചതാണ്, എന്നിട്ടോ അതാ ഇസ്ലാമിനെ അങ്ങ് കൈയൊഴിച്ചു. മുസ്ലിം ആകണമെന്നില്ല, ഇസ്ലാമാകണമെന്നില്ല എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ കൈയൊഴിച്ച് അവിശ്വാസിയായ മനുഷ്യനെ അല്ലാഹ് എങ്ങനെ നന്നാക്കാനാണ്, എങ്ങനെ ഹിദായത്താക്കാനാണ്? ഈമാൻ ഉണ്ടായിട്ട് കളഞ്ഞു കുളിച്ചതല്ലേ. വശഹിദൂ അന്നർ റസൂല ഹഖ്, നേരത്തെ അല്ലാഹുവിന്റെ റസൂൽ സത്യമാണെന്ന് പറഞ്ഞവനല്ലേ. ഇപ്പോൾ സൂഫിസം എന്ന പേരിൽ അതാ ഇസ്ലാമാകണമെന്നില്ല എന്ന വാദവുമായി വന്നതല്ലേ. അല്ലാഹ് പറയാണ്, വജാഅഹുൽ ബയ്യിനാത്ത്, വ്യക്തമായ ഖുർആനിലെ തെളിവുകളും അല്ലാത്ത തെളിവുകളും ഒക്കെ കിട്ടിയതല്ലേ. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, ഇസ്ലാമിനെ ആക്രമിക്കാൻ ഒരുങ്ങിയവർ, ഇസ്ലാമിനെ തകർക്കാൻ ഒരുങ്ങിയവർ, സ്വന്തം ശരീരത്തെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നവർ, സ്വന്തം ശരീരത്തെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നവർ, ആ കക്ഷികളെ അല്ലാഹു സന്മാർഗത്തിലാക്കൂല നബിയേ. ഉലൈക ജസാഉഹും അലൈഹിം, അതേ ഉലൈക ജസാഉഹും, ആ കക്ഷികളെ പ്രതിഫലം എന്താണ്? മുസ്ലിം ആകണമെന്നില്ല, ഇസ്ലാം വേണമെന്നില്ല, സൂഫിസം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്, സ്നേഹിച്ച് നടന്നാ മതി, എല്ലാരെയും സ്നേഹിച്ച് നടന്നാ മതി എന്ന് പറഞ്ഞ് വന്നാൽ അല്ലാഹ് പറയാണ്, അന്ന അലൈഹിം ലഅനത്തല്ലാഹ്, അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്, അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്. വൽ മലായിക, മലക്കുകളെ ലഅനത്തുണ്ട്. വന്നാസി അജ്മഈൻ, എല്ലാ സജ്ജനങ്ങളുടെയും ലഅനത്തുണ്ട്. ഖാലിദീന ഫീഹാ, അല്ലാഹുവിന്റെ റഹ്മത്തിൽ അവരുണ്ടാകില്ല, അവർ കാലകാലം അല്ലാഹുവിന്റെ ശാപത്തിലാണ്. ലാ യുഖഫഫു അൻഹുൽ അദാബ്, നരകത്തിൽ നിന്നൊരു ദൃഷ്ടി, ഒരു സെക്കൻഡ് പോലും ശിക്ഷ അല്ലാഹു ഇളവ് ചെയ്യൂല നബിയേ. വലാഹും യുൻളറൂൻ, പിന്നെ അവർക്ക് നന്നാകാൻ ഒരു ചാൻസും മരിച്ചതിന് ശേഷം കൊടുക്കൂല. അതുകൊണ്ട് അത്തരം സൂഫിസം എന്ന പേരിലോ അല്ലാത്ത പേരിലോ പെട്ടുപോയവരുണ്ടോ?
അല്ല പറയുന്നു ഇല്ലല്ലദീന താബൂ, മനസ്സറിഞ്ഞങ്ങ് തൗബ ചെയ്തോളൂ. ഷഹാദത്ത് കലിമ ചൊല്ലി അതാ മാറ്റിയൊന്ന് ചൊല്ലിക്കോളൂ. ആ ആശയത്തിൽ ഞാൻ വിട്ടുനിന്നു എന്ന് പ്രഖ്യാപിച്ചോളൂ. ഇല്ലല്ലദീന താബൂ, ശരിക്കും തൗബ ചെയ്തവരല്ലാതെ, ഖേദിച്ചു വണങ്ങിയവരല്ലാതെ മിമ്പഅദി ദാലിക ഇസ്ലാം വേണമെന്നില്ല എന്ന് പറഞ്ഞ വാദമുണ്ടല്ലോ, അതിൽ നിന്ന് മാറി തൗബ ചെയ്താലല്ലാതെ അല്ലാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടൂല. പോരാ, വഅസ്ലഹൂ, നിസ്കാരം കൈയൊഴിച്ചിരുന്നു, എന്നാ നിസ്കാരം ഖളാ വീട്ടണം. നോമ്പ് കൈയൊഴിച്ചിരുന്നു, നോമ്പ് ഖളാ വീട്ടണം. സകാത്ത് കൊടുക്കാതിരുന്നോ, അത് കൊടുത്ത് വീട്ടണം. കഴിവുണ്ടായിട്ട് ഹജ്ജിന് പോയിട്ടില്ലേ, ആ ഹജ്ജിന് പോകണം. ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്ത് അതിലംഘിച്ചോ അതെല്ലാം നന്നാക്കി കൊണ്ടുവരണം. പോരാ, ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അത്തരം ഏതെങ്കിലും സൂഫിസം എന്ന പേരിലുള്ള കള്ളച്ചരക്കിൽ പെട്ടുപോയവരുണ്ടെങ്കിൽ അവർ ഇനി ഞാൻ നന്നാവൂല എന്ന് വിചാരിക്കണ്ട. നിങ്ങൾക്കും തൗബക്ക് അവസരമുണ്ടേ. ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അല്ലാഹ് വലിയ കാരുണ്യമുള്ള രാജാവല്ലേ, പാപികൾക്ക് പുറത്തു കൊടുക്കുന്നവനല്ലേ. അതുകൊണ്ട് മനസ്സ് ഖേദിച്ച് ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നോളണം. ഇന്നല്ലദീന കഫറൂ ബഅദ ഈമാനിഹിം, വിശ്വാസം കളഞ്ഞു കുളിച്ച് അവിശ്വാസത്തിലേക്ക് പോയവർ, സുമ്മസ്ദാദൂ കുഫ്റാ, പിന്നെ അവിശ്വാസം വർദ്ധിപ്പിച്ചവർ, അതാ ലൻ തുഖ്ബല തൗബത്തുഹും, അവരെ തൗബ റബ്ബ് സ്വീകരിക്കൂല. അവരാശയത്തിൽ നിന്ന് മാറാതെ അല്ലാഹ് തൗബ സ്വീകരിക്കൂല. വൗലൈക ഹുമുൽ ളാല്ലൂൻ, അവരാണ് പിഴച്ചവര്. ഇന്നല്ലദീന കഫറൂ, വിശ്വാസത്തിൽ നിന്ന് അവിശ്വാസത്തിലേക്ക് പോയവർ മുസ്ലിമാകണമെന്നില്ല, അതേ മതമേതായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു പോയവർ, അല്ലാഹ് പറയുന്നു വഹും വഹും കുഫാർ, അവിശ്വാസികളായി ജീവൻ പോയവർ, ഫലൻ യുഖ്ബല മിൻ അഹദിഹിം മിൽഉൽ അർളി ദഹബാ, അതേ ഭൂമി നിറയെ പൊന്ന് അതാ ധർമ്മം ചെയ്താലും, വലവിഫ്തദാ ബിഹി, ഇനി ഭൂമി നിറയെ പൊന്ന് അതാ രക്ഷപ്പെടാൻ വേണ്ടി കൊടുത്താലും സ്വീകരിക്കപ്പെടില്ല. ഉലൈക ലഹും അദാബുൻ അലീം, അവർക്ക് വേദനിപ്പിക്കപ്പെടുന്ന ശിക്ഷയുണ്ട്. വമാ ലഹും മിൻ നാസിരീൻ, അവരെ സഹായിക്കാൻ ഒരു നബി ഉണ്ടാവില്ല, ഒരു വലി ഉണ്ടാകൂല, ഒരു മഹാനും ഉണ്ടാവില്ല, ഒരു ശരിയായ സൂഫിയും ഉണ്ടാകൂല, ഒരാളും അവരെ സഹായിക്കാൻ ഉണ്ടാകൂല നബിയേ. പരിശുദ്ധ ഖുർആൻ ഇസ്ലാമിനെ നിരാകരിച്ചു ആശയങ്ങൾ സൃഷ്ടിച്ച് മുസ്ലിമീങ്ങളെ വഴിപിഴപ്പിക്കാൻ വേണ്ടി ഇറങ്ങുന്ന അതേ പിശാചിന്റെ അനുയായികളെ ഖുർആൻ താക്കീത് നൽകുകയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മുസ്ലിമീങ്ങളോട് പറയുന്നു, അത്തരത്തിലുള്ള ഒരു വ്യാജന്മാരിലും നമ്മളാരും പെട്ടുപോകരുത്. സൂഫി എന്ന് പറഞ്ഞാൽ ആരാണ്? ഞാൻ ഇന്ന് ഉച്ചക്ക് ബഹുമാനപ്പെട്ട ബഹറുൽ ഉലൂം ഉസ്താദ് അവറുകളുടെ ആണ്ടനുസ്മരണത്തോടനുബന്ധിച്ച് ഉറൂസിനോടനുബന്ധിച്ച് ഒതുക്കുങ്ങലിൽ വെച്ച് ആരാണ് സൂഫി, എന്താണ് തസവൂഫ് എന്ന വിഷയം സംസാരിച്ചിട്ടുണ്ട്. യൂട്യൂബിൽ കിട്ടും, നിങ്ങൾക്കത് നല്ല സമയത്തോടെ ഇരുന്ന് കേൾക്കാം. ഇപ്പോൾ ഞാനിത് വിശദീകരിക്കുന്നില്ല, ഒറ്റ വാക്കിൽ പറയട്ടെ. ആരാണ് സൂഫി എന്ന് പറയുന്നത്? മഹാന്മാരായ സഹാബികൾ, അവരെ പിന്തുടർന്നവർ, അവരുടെ വഴി പിന്തുടർന്നവർ, അള്ളാഹുവിന് ഇബാദത്തിലായി മുറിഞ്ഞിറങ്ങിയവർ, അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ലക്ഷ്യം വെച്ചവർ, ദുന്യാവിന്റെ ആഡംബരങ്ങളൊക്കെ കൈയൊഴിച്ചവർ, അള്ളാഹുവിന് വേണ്ടി എല്ലാം കൈയൊഴിക്കാൻ തയ്യാറായവർ, എല്ലാ രസങ്ങളും സമ്പത്തും സ്ഥാനവും ഒക്കെ വലിച്ചെറിഞ്ഞവർ, സൃഷ്ടികളുമായി ബന്ധപ്പെട്ട് സ്ഥാനം ലഭിക്കണമെന്ന് ചിന്തിക്കാത്തവർ, അങ്ങനെ പലപ്പോഴും അല്ലാഹുവിനെ ഇബാദത്തിന് വേണ്ടി തനിച്ചിരുന്നവർ,
ഇങ്ങനെയുള്ള മഹാന്മാരായ ധാരാളം സഹാബികൾ, താബിഈങ്ങൾ, ശേഷക്കാരുണ്ടായിരുന്നു. സഹാബികളിലും മുൻഗാമികളിലും അത് ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ കക്ഷികൾ രണ്ടാം നൂറ്റാണ്ടിൽ പലരും ദുനിയാവിന്റെ പിന്നാലെ പോയപ്പോ, അതിനുശേഷവും പോയപ്പോ, അങ്ങനെ ദുനിയാവുമായി കലർന്ന് ജീവിച്ച് ആഖിറം മറന്നു പോകുന്നവരും അള്ളാഹുവിന്റെ പൊരുത്തം ചിന്തിക്കുന്നവരും കുറഞ്ഞു പോയപ്പോ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ തന്നെ മുഴുകി ജീവിക്കുന്ന മഹാന്മാർ അവർ സവിശേഷതയുള്ളവരായി. ബിസ്മി സൂഫിയ്യത്തി വൽ മുതസവ്വിഫ, സൂഫി എന്ന പേര് കൊണ്ട് അവർ സവിശേഷതയുള്ളവരായി. ഇമാം ഇബ്നു ഖൽദൂൻ റളിയല്ലാഹു അൻഹു താരീഖിൽ പറയുകയാണ്, സൂഫികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഇബാദത്തിൽ അള്ളാഹുവിനെ സ്നേഹിച്ച് ലയിച്ച് ജീവിക്കുന്ന മഹാന്മാരാണ് സൂഫികൾ. അല്ലാതെ സൂഫി എന്ന് പേരിട്ടുകൊണ്ട് സൂഫി ആവില്ല. ഞാൻ ഇന്നലെ ഇപ്പൊ പുതിയ മുസ്ലിയാരുണ്ട്, പുതിയ മൗലവി ജമിനി, പുതിയ മൗലവി AI. ആ പുതിയ മൗലവിയോട് ചോദിച്ചു സൂഫി എന്ന് പറഞ്ഞ ആരാണ്? അപ്പൊ ഒരു മറുപടി കിട്ടി. ഇന്ന് ഞാൻ ഗൂഗിളിനോട് ചോദിച്ചു വേറൊരു മൗലവിയാണ്. അയാളോട് ചോദിച്ചപ്പോൾ അയാൾ വേറൊരു മറുപടിയാണ്. രണ്ടാളെ മറുപടി ഒരുപോലെയല്ല. സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ സൂഫികൾ എന്ന് പറയുന്നത് ആരാണ്? യഥാർത്ഥ സൂഫികൾ എന്ന് പറയുന്നത് അത് പരിശുദ്ധ ഇസ്ലാമിൽ ഉറച്ചു നിന്ന് സഹാബികൾ ചെയ്തതുപോലെ ദുനിയാവിന്റെ വിഷയം ചിന്തിക്കാതെ, കണ്ടില്ലേ നിങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാർ അങ്ങനെ ദുനിയാവിന്റെ വിഷയങ്ങൾ ചിന്തിക്കാതെ ആഖിറത്തിന്റെ വിഷയത്തിൽ ചിന്തിച്ച് ഏറ്റവും നല്ല സ്വഭാവത്തോടുകൂടെ വിനയാന്യതരായി ജീവിച്ച മുത്തഖീങ്ങളായ മഹാന്മാർ, അവരാണ് സൂഫികൾ. അപ്പൊ പിന്നെ ഇപ്പറഞ്ഞ രണ്ട് മൗലവിമാരും, ഇത് ഗൂഗിൾ മൗലവിയും അതുപോലെ AI മൗലവിയും, രണ്ട് മൗലവിമാരും പറയാണ് ഇസ്ലാമിക രംഗത്തുള്ള ചിന്താധാരയാണ് തസൗഫും സൂഫിയും എന്നത് സമ്മതിച്ചുകൊണ്ട് തന്നെയും അല്ലാതെയും മറുപടി പറയാണ്, സൂഫികളുടെ പ്രത്യേകതകളുള്ള ഒരുപാട് കക്ഷികൾ വേറുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും സൂഫി എന്ന് പറയും, എല്ലാവർക്കും സൂഫി സോന്നും പറയും. സുബ്ഹാനല്ലാഹ്. താടിയുള്ള കുറെ മൗലവിമാരുണ്ട്. അതേ താടി തന്നെ നമ്മളെ നാട്ടിലെ ആട്ടുങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ട് ആട്ടിനെ പറ്റി മൗലവി എന്ന് പറയോ? താടിയുള്ളതൊക്കെ മൗലവിയാവോ? തലേക്കെട്ടുള്ള ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ട് സിക്കാരൊക്കെ ആലിമീങ്ങളാവോ? സുഹൃത്തുക്കളെ, ഇതുപോലെ സൂഫികളുടെ നല്ല നല്ല സ്വഭാവങ്ങളുണ്ട്. ഒരു ജീവിതത്തിൽ കള്ളം പറയൂല, ചീത്ത വിളിക്കൂല, വാക്ക് ലംഘിക്കൂല, വർഗീയത കാണിക്കൂല. അവര് എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട് ജീവിക്കും. അവര് സ്വന്തത്തിൽ വലിയ ഭക്തിയോടെ ജീവിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ സൂഫികൾക്കുണ്ട്. ആ സൂഫികളുടെ ഗുണങ്ങളിൽ നിന്ന ചില ഗുണങ്ങൾ, ഒരാൾ കളവ് പറയാതെ ജീവിച്ചു, അതുകൊണ്ട് അയാൾ സൂഫിയാവോ? താടിയുള്ളത് കൊണ്ട് മാത്രം ആട് അത് മൗലവിയാവോ? ഇല്ലല്ലോ. അതുപോലെ ഒന്നോ രണ്ടോ മൂന്നോ ഗുണങ്ങൾ, സൂഫികളുടെ നന്മകൾ വേറൊരാൾ പകർത്തിയാൽ അതുകൊണ്ട് അവർ സൂഫികളാവോ? ഒരിക്കലും ആവില്ല. സുബ്ഹാനല്ലാഹ്. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു സൂഫിയാക്കളുടെ നേതാവാണ്. ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞു, മഹാന്മാരുടെ ചില സവിശേഷതകൾ അതേ നായകൾക്കുണ്ട്. അതുകൊണ്ട് നായയൊക്കെ വലിയ മഹാന്മാരാവോ? നായകൾക്ക് 10 പ്രത്യേകതകളുണ്ട്. ആർക്ക്? വലിയ വലിയ നല്ല നല്ല മനുഷ്യന്മാർക്കുള്ള 10 പ്രത്യേകതകൾ നായകൾക്കുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്താണ് 10 പ്രത്യേകതകൾ? ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയാൻ, ഏത് മൂമിനായ മനുഷ്യനും ഉണ്ടാകേണ്ട പ്രത്യേകതയാണ്. അതെന്താണ്? നായ നായ എപ്പോഴും വിശപ്പ് സഹിച്ച് ജീവിക്കും. നമുക്കും വിശപ്പ് സഹിക്കാൻ കഴിയണം. വിശപ്പ് സഹിക്കാൻ കഴിയാത്തതുകൊണ്ടല്ലേ നോമ്പെടുക്കാൻ മടിയാകുന്നത്.
അങ്ങനെയാകാൻ പാടില്ല. വിശപ്പ് സഹിക്കാൻ നമുക്ക് സാധിക്കണം. അത് സാലിഹീങ്ങളുടെ വഴിയാണ്. രണ്ടാമത്തത്, നായയുടെ ഒരു സ്വഭാവം എന്താണ്? അതിന് പ്രത്യേക സ്ഥലമൊന്നുമില്ല. പിന്നെ അതിങ്ങനെ പോവുക തന്നെയാണ്. അതും നല്ല നല്ല ആളുകൾ, അവർക്കിങ്ങനെ വലിയ കൊട്ടാരമൊന്നും വേണമെന്നൊന്നുമില്ല. അവരിങ്ങനെ പോകും ചിലപ്പോ. അതാണ് 25 ആണ്ടോളം ചുറ്റി നടന്നോവർ, ഇരിയെന്ന ഏകൽ കേട്ടാരെ ഇരുന്നോവർ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതെ, അതുപോലെ തന്നെ നായക്കുള്ളൊരു സ്വഭാവമാണ്. അല്ലാ യകൂന ലഹു മക്കാനുൻ മഅറൂഫുൻ വദാലിക മിൻ അലാമാത്തിൽ മുതവക്കിലീൻ വസ്സാലിസത്തു അല്ലാ യനാമ മിനൽ ലൈലി ഇല്ലാ ഖലീലാ. നായ വളരെ കുറച്ചേ രാത്രിയിൽ ഉറങ്ങുകയുള്ളൂ. അല്ലാഹുവിന്റെ വലിയ വലിയ മഹാന്മാർ അവരും അതാ രാത്രിയിൽ കൂടുതൽ ഉറങ്ങൂല. അവർ തഹജ്ജുദ് നിസ്കാരത്തിലും ദിക്റിലും ദുആയിലും കരച്ചിലിലുമാണ്. ഇതേപോലെ അല്ലാഹുവിന്റെ മുഹിബ്ബീങ്ങളെ സ്വഭാവമാണത്. നാലാമതായി, അതാ നായ മരണപ്പെട്ടാൽ അതിന്റെ സ്വത്തെടുക്കാൻ ആരും ഉണ്ടാവില്ല. കാരണം അതിന് സ്വത്തുണ്ടാവില്ല. ഇതുപോലെ സൂഫിയാക്കളിൽ പലരും മരിച്ചാൽ അവർക്ക് സ്വത്തുണ്ടാവില്ല. മുഴുവനും കൊടുത്ത് തീർത്തിട്ടുണ്ടാകും. അവർ സമ്പാദിച്ചു വെക്കൂല. അങ്ങനെയുള്ള എത്രയോ മഹാന്മാരുണ്ട്.